വന്ന കൊലുസു തെന്നി തെന്നി വളകൾ കൊഞ്ചി കൊഞ്ചി കഥകൾ നെയ്ത് വന്ന പൂങ്കാറ്റെ കുളിരു കമ്മലിട്ട് കവിളിലൊന്ന് തൊട്ട് കുടുങ്ങി കൂടി കളിയാടാ ഡമാക്ക് 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 ഡം ഡൂം ഡൂം ഡമ ഡൂം ഡൂം ഡമക്ക് 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 ഡമ ഡൂം ഡൂം ഡമ ഡൂം ഡൂം ഡമ ഡൂം ഡൂം ഡമ ഡൂം ഡൂം ചിങ്കാര ചമ്പക ചന്ദ്രികേ മണിമന്ദാര മാമല കേറിവാ തേരനാ ഞാൻ എൻഗേജ്മെന്റും കഴിഞ്ഞു. ഇനി കല്യാണം നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞിട്ടുള്ളൂ. ജോലി കിട്ടാതെ എൻ്റെ മക്കളെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പറ്റില്ലല്ലോ. ജോലി കിട്ടിയിട്ടു അയ്യോ, ഇനി അടുത്ത വർഷമേ ഞങ്ങൾ പഠിച്ചിറങ്ങത്തുള്ളൂ. എന്നിട്ട് ഇനി ജോലി കിട്ടി ഏതാണ്ട് ഒരു 3 വർഷമെങ്കിലും എടുക്കുമല്ലേ ഇനി കല്യാണം കഴിയാൻ. പിന്നല്ലാതെ അത് പിന്നെച്ചാ അത്രയൊക്കെ വേണോ? മര്യാദയ്ക്ക് പോയി ജോലി വാങ്ങിയിട്ട് വന്ന് കെട്ടാൻ നോക്കണം. Hey, Soja! This is Soja Nandakumar, the richest girl in the college and also the popular girl. ഇവർക്ക് 2 best buddies ഉണ്ട്. One is Miss Kirti and the other is Jennifer. എന്താ കാര്യം? There is a bad news. നിന്റെ ചെക്കൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. വാട്ട്? നിന്നോട് ആരും ഇതൊക്കെ പറഞ്ഞേ? ശരത്, മൈ ബ്രദർ. അവൻ കാർത്തികിന്റെ ക്ലാസ്മേറ്റ് അല്ലേ? ആൻഡ് ഓൾസോ ആദ്യ ആനന്ദ് എൻഗേജ്ഡ് ആയി അബൌട്ട് 1 year now. എന്നിട്ട് എവിടെയാ മൂവർ സംഘം? ക്യാൻറ്റീനിലുണ്ട്. സോജ, ഇത്രയായില്ലേ? ഫോർഗെറ്റ് അബൌട്ട് ഹിം. നോ, ഐ കാൻറ്റ്. ഞാൻ അവനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവനെ എനിക്ക് തന്നെ കിട്ടും. What's your plan, Soja? I need both of your help. എന്താടാ കാർത്തിക് വിഷമിച്ചിരിക്കുന്നേ? എടി അത് പിന്നെ കണ്ണൻ ഞാൻ എത്ര വിളിച്ചിട്ടും എടുക്കുന്നില്ല. മെസ്സേജ് ഇട്ടിട്ടുള്ള കാണുന്ന പോലും ഇല്ല. അതെന്താ? ഇന്നലെ ഞാൻ അവളെ വിളിച്ചപ്പോൾ അവള് കോൾ എടുത്തല്ലോ. പക്ഷെ അവൾക്ക് എന്ത് വിഷമമുള്ള പോലെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവളൊന്നും പറഞ്ഞില്ല. അതാ ആനന്ദേ, എനിക്കറിയത്തില്ല. ഞാൻ വിളിച്ചിട്ട് അവൾ എടുക്കുന്ന പോലും ഇല്ല. ഞാൻ ഒന്നുകൂടെ വിളിച്ചു നോക്കാം അവളെ. എടാ ഇപ്പൊ തന്നെ വിളി, എനിക്ക് ടെൻഷൻ ആവുന്നു. അവള് കോൾ എടുക്കുന്നില്ല. എടാ എന്തായാലും നാളെ മറ്റന്നാൾ നമുക്ക് അവധിയാ. ഇന്ന് തന്നെ നമുക്ക് നിന്റെ വീട്ടിൽ പോവാം. എടാ അത്ര ടെൻഷൻ അടിക്കാനുള്ള കാര്യമൊന്നുമില്ല. പിന്നെന്തായാലും നമ്മുടെ വീട്ടിൽ പോന്നേ. എടാ എനിക്ക് എന്തോ പ്രശ്നം ഉണ്ടായ പോലെ എനിക്ക് തോന്നുന്നു. അല്ലെ അവൾ എൻ്റെ കോളൊന്നും എടുക്കാതിരിക്കുന്നില്ല. ഇപ്പം നീ വിളിച്ചിട്ട് പോലും എടുക്കുന്നില്ല. നമുക്ക് ഇന്ന് തന്നെ പോവാം. ശരിയാടാ, നമുക്ക് പോവാം. 1 വർഷമായില്ല നമ്മൾ അങ്ങോട്ട് പോയിട്ട് തന്നെ. ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ട് എത്ര നാളായി? എന്തായാലും ഇതുകൂടെ ആവുമല്ലോ. എന്തായാലും നമുക്ക് ഇന്ന് തന്നെ പോവാം. ശരി, എന്നാൽ ഞാൻ വീട്ടിൽ വിളിച്ചൊന്ന് പറയട്ടെ. എടാ വേണ്ട, വീട്ടിൽ ഒന്നും വിളിക്കണ്ട, നമുക്ക് അല്ലാതെ തന്നെ പോവാം. വീട്ടിൽ വിളിച്ചാൽ എന്തോ വേണ്ട, വീട്ടിൽ വിളിക്കണ്ട, നമുക്കങ്ങ് പോവാം. എന്നാൽ ശരി, നമുക്ക് പോവാം. നിൽക്കേ, നീ ടെൻഷൻ അടിക്കണ്ട. ഇവിടെ ആരും ഇല്ലേ? അപ്പാ, അമ്മ, മക്കളെ നിങ്ങളോ? എന്തൊരു മുന്നറിയിപ്പും ഇല്ലാതെ. അത് പിന്നെ അച്ഛാ, ഞങ്ങൾക്ക് എന്തായാലും 2 ദിവസം ലീവായിരുന്നു. പിന്നെ ഇവർക്ക് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ അതാ വന്നത്. എന്നാ വാ, നമുക്ക് കയറിയിരിക്കേ. പക്ഷെ കണ്ണൻ എന്തിയേ? മോനെ എന്താ അറിയത്തില്ല. അവൾ ഇന്നലെ തൊട്ടൊന്നും ഫുഡൊന്നും കഴിക്കുന്നില്ല. ഭയങ്കര തലവേദനയാന്നൊക്കെ പറഞ്ഞ ആൾ അവനത് കിടക്കുന്നേ. ഹോസ്പിറ്റലിലോട്ട് പോകാൻ വിളിച്ചിട്ടുള്ള വരുന്നുമില്ല. അയ്യോ ആണോ? എന്നാ ഞാൻ അങ്ങോട്ടൊന്ന് പോയി അവളെ നോക്കട്ടെ. മോൻ പോയി നോക്കിട്ടോ.
ആനന്ദേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല, നിങ്ങളിങ്ങനെ പെട്ടെന്ന് വരത്തില്ലല്ലോ. അച്ഛാ, അത് പിന്നെ അവൻ വിളിച്ചിട്ട് അവൾ എടുക്കുന്നേ ഇല്ല കോള്. കുറേ ദിവസമായി വിളിച്ചിട്ടെന്ന് അവൻ പറഞ്ഞു. പിന്നെ അവന് ഭയങ്കര ടെൻഷനായിട്ട് ഇന്നിങ്ങി തന്നെ പോകുന്നത്. അതെന്താ അവൾ വിളിച്ചിട്ടെടുക്കാഞ്ഞേ? ആ, അത് ശരി, അവൾ കോള് വരുമ്പോഴെല്ലാം കട്ട് ചെയ്ത് വിടുന്ന ഞാൻ കട്ടിരുന്നു. പക്ഷേ ഞാൻ ഇവൻ വിളിച്ചിട്ടാന്ന് ഞാൻ ഒരിക്കലും ഓർത്തുപോലും ഇല്ല അങ്ങനെയാന്ന്. അറിയത്തില്ല. ഇനി അവനങ്ങോട്ട് പോയിട്ടില്ല. എന്തായാലും സംസാരിച്ചിട്ട് കാര്യം എന്താന്ന് വെച്ചാൽ അവൻ പറയും നമ്മളോട്. ദൈവത്തിനോട് ഇനി എന്തോ ആന്ന്. അച്ഛൻ ടെൻഷൻ അടിക്കണ്ട, അതിന് മാത്രമുള്ള കാര്യമൊന്നും കാണത്തില്ല. അല്ല ചെറിയ സൗന്ദര്യ പണക്കോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതൊക്കെ പോട്ടെ, നിങ്ങൾ അകത്ത് കയറിയിരി. പിന്നെ മോളെ, എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ? അച്ഛൻ അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ അച്ഛൻ്റെ മോന് പിന്നെ കോളേജിൽ ഭയങ്കര ഫാൻസ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഒറ്റയ്ക്ക് വിടാൻ. ഇവനോ? ഫാൻസോ? ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞൊന്നും കോളേജിൽ അങ്ങനെ അറിഞ്ഞിട്ടില്ല. അത് കാരണം ഇപ്പോൾ ഇവൻ്റെ പുറകെയുള്ള പെൺപിള്ളേരെല്ലാം എനിക്ക് ഭയങ്കര പ്രശ്നമായിട്ട് വന്നേക്കുക. ആണോടാ ആനന്ദേ? നിന്നെ എന്ത് കണ്ടിട്ടാണോ ഈ പെൺപിള്ളേരൊക്കെ പുറകെ നടക്കുന്നേ? അച്ഛാ, അങ്ങനൊന്നും പറയരുത്. ഞാനും എൻ്റെ പുറകെയല്ലേ നടന്നേ. അയ്യോ മോളെ, സോറി, അങ്ങനെ ഉദ്ദേശിച്ചല്ലോ കേട്ടോ. വാ, ലക്ഷ്മി അടുക്കളയിലോട്ട് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയോ ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരുന്നോ. എന്തൊക്കെയോ വരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. ശരി അച്ഛാ. അച്ഛാ, പാട്ടി എന്തിയേ? പാട്ടി അകത്തുണ്ട് റൂമില്. നിങ്ങൾ വന്നേ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. അല്ലെ ഇപ്പൊ എഴുന്നേറ്റ് വന്നേനെ. വേണേ വാ, നമുക്ക് കയറി കാണാം. വേണ്ട അച്ഛാ, നമുക്ക് പാട്ടി എഴുന്നേറ്റ് വന്നിട്ട് കാണാം. കിടന്നോട്ടെ. അച്ഛാ, കാർത്തി മേളിലോട്ട് പോയിട്ട് കുറെ നേരമായി. ഞാൻ മേളിൽ വരുന്നു, പോയി നോക്കിയിട്ട് വരാവേ. മോനെ, പോയി നോക്കിട്ടോ. എന്താടാ ഇവിടെ അടി? എന്തിനൊക്കെ ഉണ്ടാ കരയുന്നേ നീ എന്താ ചെയ്തേ അവള്? ആനന്ദ, അവള് പറഞ്ഞു കേട്ടു ഞങ്ങളെ പറ്റിക്കുവന്ന്. നമ്മുടെ കോളേജിൽ എനിക്ക് വേറെ ലവർ ഉണ്ടെന്ന്. ലവറോ? നിന്നോട് ആരും ഈ കള്ളമൊക്കെ പറഞ്ഞു തന്നേ? അങ്ങനൊരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറയത്തില്ലേ? അല്ലെ ആദ്യം നിന്നോട് പറയത്തില്ലേ? ഇങ്ങനെയുള്ള കാര്യത്തിനാണോ നീ വെറുതെ അടി ഉണ്ടാക്കിയിരിക്കുന്നേ? ആനന്ദേട്ടൻ ന്യായീകരിക്കാൻ നോക്കണ്ട, ഞാനത്രയ്ക്ക് പൊട്ടിയൊന്നുമല്ല. അപ്പൊ ഇതെന്താ? കണ്ണ, ഞാൻ കാല് പിടിച്ച് പറയാം, ഇതെന്താന്ന് എനിക്ക് അറിയില്ല. അവൾ എന്റെ ഗേൾഫ്രണ്ട് അല്ല. എന്റെ മനസ്സിൽ നീയേ ഉള്ളൂ, നീ മാത്രം. നിന്നോട് ആരാ ഇത് പറഞ്ഞു? എനിക്കറിയില്ല. സോജ എന്ന് പറയുന്നൊരു പെൺകുട്ടി എനിക്ക് DM ചെയ്തതാ. അവളായിരുന്നോ? നിനക്കറിയാവോ അവളെ? അല്ല, നിനക്കറിയത്തില്ലേ അവളെ? അവളല്ലേ നിന്റെ പുറകിനെ ഒലിപ്പിച്ചുകൊണ്ട് നടക്കുന്നേ. കാർത്തികേറ്റ, ഐ ലവ് യു, ഐ വാണ്ട് ടു ബി എ ഗേൾ ഫ്രണ്ട്. നിന്നെ ഒരിക്കൽ പ്രപ്പോസും ചെയ്തിട്ടുണ്ടല്ലോ. അതൊക്കെ നീ മറന്നുപോയി? ഓ, അതാണോ ഇവള്? അന്നേരം നീ റിജക്ട് ചെയ്തല്ലേ അവളെ? എടാ, നിനക്ക് അറിയാത്തോണ്ടാ. അവള് മറ്റേ നന്ദകുമാറിന്റെ മോളാ. ഏത്? ആ ബിസിനസ് മാഗ്നറ്റോ? അത് തന്നെ. അതിന് പക്ഷേ നമ്മൾ എൻഗേജ്മെന്റ് കഴിഞ്ഞ കാര്യം ആരോടും ഒന്നും പറഞ്ഞില്ലല്ലോ. എടാ വട്ടാ, നിന്റെ ക്ലാസ്സിലല്ലേ ആ ശരത്ത് പഠിക്കുന്നേ? അതെ. നീ ആ ശരത്തിനോട് വല്ലതും പറഞ്ഞോ? ഇല്ല, ഞാൻ ശരത്തിനോടൊന്നും പറഞ്ഞില്ല. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ അവൻ അറിഞ്ഞു. നമ്മളന്ന് ക്യാൻറ്റീനിൽ ഇരുന്ന കണ്ണന്റെ കാര്യം പറഞ്ഞത് അവൻ കേട്ടു. അതിനിപ്പോ അവൻ കേട്ടാലെന്താ? ബെസ്റ്റ്. അവന്റെ അനിയത്തി ആ കീർത്തി, ആ സോജയുടെ കൂടെ നടക്കുന്നവള്. ഓ, അങ്ങനെയൊക്കെയാണല്ലേ. പിന്നെ അവളുമാര് ഞാൻ പറയുന്നത് കേട്ടു, എന്തോ പ്ലാൻ ഉണ്ടാക്കണമെന്നോ അവരുടെ മാരേജ് മുടക്കണമെന്നോ. എപ്പോ? 2 days മുന്നേ. ആ സോജ കീർത്തിയോടും ജെനിഫറിനോടും പറയുന്ന കേട്ടാ അവരുടെ സഹായം എന്തോ വേണമെന്നോ എന്തോ. പിന്നെ ശരത്തിനോട് പറഞ്ഞ കണ്ണന്റെ ഐഡി ഒപ്പിച്ചു. ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? ഞാനവര് പറയുന്നത് കേട്ടു. എന്നാ പിന്നെ നിനക്കിത് കണ്ണനോട് നേരത്തെ ഒന്ന് പറഞ്ഞൂടായിരുന്നോ? പോട്ടെ, എന്നോടൊന്ന് പറഞ്ഞൂടായിരുന്നോ? എടാ, ഞാൻ ഓർത്തു ഈ ശരത്തിനൊക്കെ കണ്ണന്റെ ഐഡി എവിടെ നിന്ന് കിട്ടാനാ. പിന്നെ അറിഞ്ഞ് ആദ്യയുടെ കയ്യിൽ നിന്ന് കിട്ടിയെന്ന്. അപ്പോഴത്തേക്കിന് കാര്യം ഇവിടെ വരെ എത്തുകയും ചെയ്തു. കേട്ടല്ലോ, ഇപ്പൊ സമാധാനമില്ലേ? സംശയമെല്ലാം മാറിയില്ലേ? കണ്ണ, നിനക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാകത്തില്ലേ? ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യോ? ആനന്ദേട്ടാ, എനിക്ക് സംശയമല്ലായിരുന്നു.
പേടിയായിരുന്നു, സങ്കടമായിരുന്നു. ഇങ്ങനെ ഒരാൾ പെട്ടെന്ന് വന്ന് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ പിന്നെ എങ്ങനെ പ്രതികരിക്കണം? എന്താടാ ഇവിടെ, മനുഷ്യനൊന്ന് സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കത്തില്ലല്ലോ. പാട്ടി എണീറ്റായിരുന്നു, അറിഞ്ഞില്ല. ആ, നിങ്ങൾ അറിയത്തില്ല, ഞാനെല്ലാം കേട്ടു. പിള്ളേരെ, നിങ്ങൾക്ക് രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയമുണ്ടോ? പാട്ടി, എനിക്ക് അങ്ങനെ സംശയമൊന്നുമില്ല. പിന്നെ നിനക്കുണ്ടോടാ? ഇല്ല പാട്ടി. നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ, ഇങ്ങനെ സംശയം വെച്ചോണ്ടിരുന്ന നിങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? പാട്ടി, എനിക്കങ്ങനെ സംശയമൊന്നും ഇല്ല. മനസ്സിലായി. എന്നാലും നീ നോക്ക്, ഞാൻ കാര്യം പറഞ്ഞുതരാം. പണ്ടൊരു ഗ്രാമത്ത് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു. ആ പെൺകുട്ടിയോട് ആ ഗ്രാമത്തിലെ ഒരാൾ വന്ന് പറഞ്ഞു, തൻ്റെ ഭർത്താവിന് വേറൊരു അവിഹിതമുണ്ട്, വേറെ ആരോടും ഇഷ്ടമുണ്ട്. ആ പെൺകുട്ടി അത് കേട്ട് മനസ്സ് തകർന്ന് അയാളോട് വഴക്കിട്ടതിന് ശേഷം അവർ മിണ്ടിയതേയില്ല. അത് വർഷങ്ങളോളം നീണ്ടു നിന്നു. ആ വാർത്ത അതൊരൊറ്റ ദിവസം കൊണ്ട് മാഞ്ഞുപോയി. പക്ഷെ അവരുടെ പിണക്കം അതൊരുപാട് കാലം നീണ്ടു നിന്നു. അതേപോലെ ഒരിക്കലും ആകില്ല എൻ്റെ കുട്ടികൾ. ഉണ്ടാകാം, ജീവിതമാകുമ്പോൾ പിണക്കങ്ങളും സങ്കടങ്ങളും സംശയങ്ങളും എല്ലാം ഉണ്ടാകാം. പക്ഷേ അതിൽ കിടക്കരുത്, ഇതേപോലെ വഴക്കിലോട്ട് പോകരുത്. നമ്മൾ നമ്മുടെ കൂടെയുള്ള ആളെ വിശ്വസിക്കണം. അവരെ നമ്മൾ ആത്മാർത്ഥമായി വിശ്വസിക്കണം. എന്നാലേ അവിടെ മനസ്സ് കൈമാറുകയുള്ളൂ. മുത്തശ്ശി, ഞാൻ വേണ്ട, മനസ്സിലായി. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ സംസാരിച്ച് തീർക്കാൻ നോക്കുക. വെറുതെ എന്തിനാ ഈ വഴക്കൊക്കെ? പിന്നെ കാർത്തി, ആ കുട്ടിയോട് നീ സംസാരിക്കണം. അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടായിരിക്കാം. പക്ഷേ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം നീ. ആ പാട്ടി, മനസ്സിലായി. ആനന്ദേ, നിന്നെ ആദ്യം വിളിക്കുന്നുണ്ട്, നീ താഴോട്ട് ചെല്ല. പക്ഷെ പാട്ടി, ഞാൻ അവളെ വിളിക്കുന്ന കേട്ടില്ലല്ലോ. എടാ, എന്നോട് വിളിക്കുന്നല്ലേ പറഞ്ഞേ, അങ്ങോട്ട് ചെല്ല. പിന്നെ ഞാനും വരുന്നു. പിന്നെ നിങ്ങള് സംസാരിക്കാനോ, അത് സംസാരിച്ച് തീർക്ക്. കാർത്തി, I'm sorry. I'm really sorry, കാർത്തി. അപ്പോഴത്തെ സങ്കടത്തില്. ഇറ്റ്സ് ഓക്കെ, കരയണ്ട. ഹലോ, ഹു ഈസ് ദിസ്? ഐ എം കാർത്തിക് കൃഷ്ണ. കാർത്തിക്, എന്താ വിളിച്ചേ? Do you need any help? സോജ, സ്റ്റോപ്പ് ദിസ്. നീ എന്നെ പ്രപ്പോസ് ചെയ്തപ്പോഴേ ഞാൻ നിന്നെ റിജക്ട് ചെയ്തല്ലേ, പിന്നെ എന്തിനാ എന്റെ ലൈഫിലേക്ക് വന്നത്? ലുക്ക് സോജ, ഐ ഡോണ്ട് ലവ് യു. സ്റ്റോപ്പ് മേക്കിംഗ് ഇഷ്യൂസ് ഇൻ മൈ ലൈഫ്. I know, കാർത്തി, you don't love me. നിന്നെ ഞാൻ ഒരിക്കലും ഫോഴ്സ് ചെയ്ത് ലവ് ചെയ്യിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല. But I had to. I seriously love you. And I am sorry. ഞാൻ നിന്റെ ലൈഫിലേക്ക് ഇനി ഒരിക്കലും വരില്ല. കാർത്തി, you know, I never be loved. Not even by my parents. എനിക്ക് ഇതുവരെയായിട്ടും അങ്ങനെ ഒരു സ്നേഹം ലഭിച്ചിട്ടില്ല. ബട്ട് നീ അന്നെന്നോട് അങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. സിൻസ് ദെൻ ഐ ഹാവ് ബീൻ ലവിങ് യു ഓവർ മൈ സെൽഫ്. പക്ഷേ ഇപ്പോൾ അങ്ങനല്ല. ഐ നോ ഐ ഹേർട്ട് യുവർ ലൈഫ് ആൻഡ് ഐ എം റിയലി സോറി അബൌട്ട് ദാറ്റ്. ഞാനിനി ഒരിക്കലും നിന്റെ ലൈഫിലേക്ക് വരത്തില്ല. ആൻഡ് ബൈ.
നിനി സാ 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 സരി നി സാ 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 ని సరే రే మామ పాప ని ద బమ పని సరే നി സരി നീത പരിത പമഗരി മഗ സ നി സാ മയിലായി പറന്നുവാ മഴവില്ലു തോൽക്കുമെന്നഴകേ കനിവായി പൊഴിഞ്ഞു താമണിപ്പേലിയൊന്നു നീയരികേ ഏഴില്ലം കാവുകൾ താണ്ടി എന്റെ ഉള്ളിൽ നീ കൂടണയൂ എൻ മാറിൽ ചേർന്നു മയങ്ങാൻ 7 വർണ്ണവും നീ അണിയൂ ஆசை முகம் குழலாட பாவை தவம் உனக்காக நாடி வரும் நிழலாக துணையாக வா. நானிலமும் திரையாட வாழ்த்தி வரும் மணியாட பெருமைகள் மொழியாக மணியாக வா. அந்த நாளில் அந்தி நேரம் உன்னை பார்த்தேன் கண்ணம்மா அந்த பார்வை ஒன்று போதும் என்ன வேண்டும் என் கண்ணா கொஞ்சம் நேரம் கொஞ்சி பேச நெஞ்சில் ஏக்கம் கண்ணம்மா அந்த நாளில் அந்த நேரம் உன்னை பார்த்தேன் என் கண்ணா അങ്ങനെ കല്യാണവും കഴിഞ്ഞു. മോനെ സൂര്യ, അനുമോക്ക് എത്ര മാസമായി? അങ്ങടെ 3 മാസമായി. 3 മാസമായ പെണ്ണാണോ ഇതുവഴിയെല്ലാം ഓടി നടന്നത്? അത് പിന്നെ ഇങ്ങനെ ഓടി നടന്നാലേ ഉണ്ടാകുമ്പോ ഒന്ന് കുഞ്ഞു ഇതുപോലെ ഓടി നടക്കുമല്ലോ, അതിനു വേണ്ടിയാ. ഹായ്, നല്ല തിയറി. പക്ഷെ സൂക്ഷിക്കണം കേട്ടോ മോനെ. ആനന്ദ്, സെൽവ, കാർത്തി, നിങ്ങൾ റൂമിൽ പോകുന്നില്ലേ? ലച്ച് പിള്ളേരെ റൂമിലാക്കിയിട്ടുണ്ട്. എന്നാ പോവാ അച്ഛാ? ശരി അച്ഛാ, എന്നാ ഞങ്ങൾ പോവാണേ. അവന്മാരുടെ ചാട്ടം കണ്ടു. എന്തൊരാക്രാന്തം. ഒന്ന് പോവാ നിങ്ങളെ, അവരെത്ര നാളുകൊണ്ട് കാത്തിരിക്കുമെന്നറിയോ? ശരി, എന്നാ നിങ്ങളും പൊക്കോ. നിങ്ങൾ റൂം ആ മേളിലാണേ. ശരി അങ്ങളെ, ബൈ. ബൈ ബൈ. ഹലോ ലച്ചൂസ്, എന്തിനാ വിളിച്ചത്? എന്താ ഇത് 3 പിടിച്ചേ? ഇതെന്താ പാലോ? എനിക്ക് വേണ്ട. ആരെങ്കിലും രാത്രിയിൽ പാല് കുടിക്കൂ? ഓ, ഇത് നിനക്കല്ല, നിങ്ങളുടെ ഭർത്താക്കന്മാർക്കുള്ളതാ. അവർക്കെന്തിനാ ഇപ്പൊ പാല്? എന്റെ മോളായി പോയി, അല്ല ഞാൻ വല്ല വിളിച്ച് പറഞ്ഞേനെ. നിനക്ക് അറിയത്തില്ലല്ലേടി? ചുമ്മാ ഫണ്ണൊക്കെ തന്നല്ലേ ചുമ്മാ. ഫണ്ണ് പോ. ഓക്കെ, ബൈ. കിടന്നില്ലേ? അതിനിന്ന് കിടക്കാൻ പറ്റില്ലല്ലോ. അതെന്താ കിടക്കാൻ പറ്റാത്തെ? പിന്നെ ഒന്നും അറിയാത്ത പോലെ. നീ ആ പാലവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വന്നേ. എന്താ? അപ്പൊ എങ്ങനെ തുടങ്ങല്ലേ? ഇങ്ങ വാ. വേണ്ട.
വേണം. ഇങ്ങോട്ട് പാടി. हमारा गमों ने सुनाया दोबारा दोबारा. உனது கண்களில் எனது கனவினை காணப்போகிறேன். ஒன்றா ரெண்டாசைகள் எல்லாம் சொல்லவே ஒரு நாள் போதுமா? அன்பே இரவை கேட்கலாம், விடியல் தாண்டியும் இரவே நீடுமா? வசீகரா என் நெஞ்சினிக்க உன் பொன்மடியில் தூங்கினால் போதும். அதே கணம் என் கண்ணுறங்கா முன் ஜென்மங்களின் ஏக்கங்கள் தீரும். வசீகரா என் நெஞ்சினிக்க உன் பொன்மடியில் தூங்கினால் போதும். அதே கணம் என் கண்ணுறங்கா முன் ஜென்மங்களின் ஏக்கங்கள் தீரும். நான் நேசிப்பதும் சுவாசிப்பதும் உந்தயவாதானே. ஏங்குகிறேன் தேங்குகிறேன் உன் நினைவால் நானே நான். புது வெள்ளை மழை இங்கு பொழிகின்றது. இந்த கொள்ளை நிலா உடல் நனைகின்றது. இங்கு சொல்லாத இடம் கூட குளிர்கின்றது. மனம் சூடான இடம் தேடி அலைகின்றது. புது வெள்ளை மழை இங்கு பொழிகின்றது. இந்த கொள்ளை நிலா உடல் நனைகின்றது. இங்கு சொல்லாத இடம் கூட குளிர்கின்றது. மனம் சூடான இடம் தேடி அலைகின்றது. കണ്ണിറുക്കിയ താരകൾ ചൊല്ലണ് പൊന്നിനൊത്തൊരു പെണ്ണാണ്. കൊന്ന മലരാൽ കോടിയുടുത്തൊരു മേടനിലാവാണ്. കണ്ണിറുക്കിയ താരകൾ ചൊല്ലണ് പൊന്നിനൊത്തൊരു പെണ്ണാണ്. കൊന്ന മലരാൽ കോടിയുടുത്തൊരു മേടനില